ആരാണ് ഖുത്ബുൽ ആലം എന്നറിയുമോ? ആ മഹാനവറുകൾ നേടിയതാണ്, അധ്വാനിച്ച് നേടിയതാണ്, വെറുതെ കിട്ടിയതല്ല. പിന്നീട് നാടാകെ സുജൂദ് ചെയ്യലായി, അതിനായി പലയിടം രാപ്പകൽ സഞ്ചാരമായി, മണിക്കൂറുകൾ സുജൂദിലാണ് ശൈഖുന, സുജൂദിലായി കിടന്നതും വൻ കാട്ടിലാ. തോട്ടിലും റോട്ടിലും നാട്ടിലും കാട്ടിലും മഹാനവറുകൾ സുജൂദ് ചെയ്യാൻ തുടങ്ങുന്നു. ഹാഹുനാ സജദത്തിൽ മലായികത്തുൽ മുഖറബൂന വൽ ഔലിയാഉൽ മുഖറമൂന വഫീഹാ നൂറാനിയത്തു റബ്ബിൽ ആലമീൻ. ശരിക്ക് പഠിക്കണം സിയം വരെയുള്ളവരെ. എന്താ അവിടെ പറഞ്ഞത്? ഈ ഞാൻ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ മുഖറബീങ്ങളായ മലക്കുകള്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിയിട്ട് അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ സുജൂദ് ചെയ്തിട്ടുണ്ട്. വല്ല ഔലിയാവോ കഴിഞ്ഞുപോയ മഹത്തുക്കള്, മഹാന്മാരായ അക്ബതാബീങ്ങളും അക്വാസിങ്ങളും അതാ സുബ്ഹാനല്ലാഹ് അബ്ദാലീങ്ങളും സുജൂദ് ചെയ്തിട്ടുണ്ട്. അവിടെ നൂറാനിയത്തു റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന്റെ നൂറ് ഇറങ്ങുന്ന സ്ഥലമാണ്, അല്ലാഹുവിന്റെ നൂറ് ഇറങ്ങിയ സ്ഥലമാണ്. പിന്നീട് ചരിത്രത്തിൽ കാണാം ഖുത്ബുൽ ആലം സുജൂദ് ചെയ്ത സ്ഥലത്തൊക്കെ സുന്നി സ്ഥാപനങ്ങള്, മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് പറഞ്ഞില്ലേ, എന്റെ ആത്മീയ ശൈഖ്, എന്റെ എല്ലാമെല്ലാമായ ശൈഖ്, എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ശൈഖ് ഖുത്ബുൽ ആലമാണ്. സാധുവായ എനിക്ക് 4-5 പ്രാവശ്യം കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അവിടുന്ന് കുടിച്ചതിന്റെ ബാക്കി കുടിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അല്ലാഹു അവിടുത്തെ പൊരുത്തം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അവരുകള് ഖുത്ബുൽ ആലം തങ്ങള് വലിയുള്ള മനസ്സിലാക്കണോ, പാടി പറഞ്ഞു വന്ന കഥകളിലെ ഒരു കഥാപാത്രമല്ല. വെറുതെ ഒരാള് പാടി പറഞ്ഞിട്ട് വലിയതാണോ? എല്ലാ നൂറ്റാണ്ടുകൾക്ക് കഴിഞ്ഞുപോയ അതേ അജ്ഞനായ ആളുമല്ല, മറിച്ച് ഇതാ ഈ അടുത്ത 10-35 കൊല്ലം മുമ്പ് നമ്മുടെ കൺമുമ്പിൽ ചരിത്രങ്ങൾ ബാക്കി വെച്ച് കടന്നുപോയ ഒരു മഹാനാണ് ഖുത്ബുൽ ആലം തങ്ങള്. സുബ്ഹാനല്ലാഹ്, എന്റെ പ്രസംഗം കേൾക്കുന്ന ഈ സദസ്സ് വീക്ഷിക്കുന്ന പലരും നേരിട്ട് കണ്ടവരുണ്ട്. പടച്ച റബ്ബേ, അത്ഭുതങ്ങൾ പലതും അറിഞ്ഞവരുണ്ട്. കാണാൻ കഴിയാതെ കാണാൻ കഴിയാത്തവർക്ക് സ്വപ്നത്തിലൂടെ ദർശിച്ചവരുണ്ട്. സുബ്ഹാനല്ലാഹ്, കണ്ടിട്ട് പലതും വാങ്ങിയവരുണ്ട്, കണ്ടിട്ട് പലതും നേടിയവരുണ്ട്. സുബ്ഹാനല്ലാഹ്, കണ്ടിട്ട് പല അത്ഭുതങ്ങൾ സൃഷ്ടിച്ചവരുണ്ട്. അതേ പലരും പലതും അതാ അനുഭവിച്ചറിഞ്ഞവരുണ്ട്. അതല്ലേ സാധുവായ എനിക്ക് 4-5 പ്രാവശ്യം കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അവിടുന്ന് കുടിച്ചതിന്റെ ബാക്കി കുടിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അല്ലാഹു അവിടുത്തെ പൊരുത്തം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. നിങ്ങളോ എത്ര ആളുകൾ സുബ്ഹാനല്ലാഹ് കാണാൻ കഴിയാത്തവര് പ്രയാസപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, അന്ന് ഖുത്ബുൽ ആലം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ എന്നെ അറിയാത്തവർ പിന്നീട് അറിഞ്ഞുകൊള്ളുമെന്ന്. സുബ്ഹാനല്ലാഹ്, ഭൗതികമായി മൺമറഞ്ഞെങ്കിലും ഓർമ്മയിൽ മങ്ങാതെ പച്ച പിടിച്ചു നിൽക്കുന്ന ശൈഖുനായുടെ ജീവിതം സുബ്ഹാനല്ലാഹ് വിസ്മൃതമാവുകയില്ല, ഒരിക്കലും അതാ മങ്ങിപ്പോവുകയില്ല. ചരിത്രത്തിന്റെ താളുകളിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടുകയാണ്. എത്രയെത്ര സംഭവങ്ങൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ട് തീരുന്നുണ്ടോ? ഇല്ല. ഓർമ്മകൾക്ക് കാലം ചെല്ലും തോറും മാറ്റം തിളക്കവും ഏറുകയാണ്.
ഖുത്ബുൽ ആലമിന്റെ ഓർമ്മകൾക്ക് ഓരോ കാലങ്ങൾ ഇങ്ങനെ ചെല്ലുന്തോറും മാറ്റങ്ങൾ ഏറുകയാണ്. ശൈഖുനായുടെ ജീവിതം നാം വിചാരിച്ചതുപോലെയല്ല, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അറിഞ്ഞതുപോലെയുമല്ല, നാം വിചാരിച്ചതുപോലെയുമല്ല, അറിഞ്ഞതുപോലെയുമല്ല. ആരാണ് ഖുത്ബുൽ ആലം എന്നറിയുമോ? ആ മഹാനവറുകൾ നേടിയതാണ്, അധ്വാനിച്ച് നേടിയതാണ്, വെറുതെ കിട്ടിയതല്ല. സുബ്ഹാനല്ലാഹ്, ഇന്ന് കള്ള തരീഖത്തുകളുടെ ലോകമാണ്, കള്ള ശൈഖന്മാര് വിലസുന്ന കാലമാണ്, അതാ നിസ്കരിക്കാതെ ജീവിക്കുന്ന കാലമാണ്. സുബ്ഹാനല്ലാഹ്, സ്ത്രീകളെ പരസ്യമായി അതാ സ്ത്രീകളുമായി ഇടപഴകുന്ന കാലമാണ്, എന്നിട്ട് ശൈഖാണെന്ന് പറഞ്ഞു നടക്കുന്ന കാലമാണ്. സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല, ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല, ഒരു ഹറാം പോയിട്ട് കറാഹത്തിന് ഹറാമിന്റെ വില കൽപ്പിച്ച മഹാന്മാരാണ്. ഖുത്ബുൽ ആലമുണ്ടല്ലോ, അതുകൊണ്ട് അധ്വാനിച്ച് നേടിയതാണ്. സുബ്ഹാനല്ലാഹ്, അധ്വാനിച്ച് നേടിയതാണ് മഹാനവറുകളെ, എന്നും ഇന്നലെയും നേടിയതല്ല. വിലായത്തിന്റെ വിവിധ പടവുകൾ ചവിട്ടിക്കടന്ന് അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയ മഹാനാണ്. വിലായത്തിന്റെ പടവുകൾ ഓരോന്നോരോന്നായി ചവിട്ടിക്കടന്നു. കൂടുതൽ ചരിത്രം വിശാലമായി പറയാൻ സമയമില്ല. ലോകം തന്നെ നിയന്ത്രിക്കുന്ന ഖുത്ബുൽ ആലം എന്ന പദവിയിലേക്ക് മഹാനവറുകൾ എത്തിപ്പോയില്ലേ? ശരീഅത്തും തരീഖത്തും ഹഖീഖത്തും കടന്ന് അല്ലാഹുവിന്റെ മഅരിഫത്ത് എന്ന പ്രഭയിൽ തിളങ്ങിയ മഹാനാണ്. ആ മഅരിഫത്തിൽ മുങ്ങിക്കുളിച്ച മഹാനാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ അതാ മഹാനവറുകള് സുബ്ഹാനല്ലാഹ് റബ്ബിന്റെ എല്ലാം കരസ്ഥമാക്കിക്കൊണ്ട് നാട് മുഴുവനും ചുറ്റിക്കറങ്ങി. അങ്ങനെ ചുറ്റിക്കറങ്ങി മസാറുകൾ അതാ തേടി അലഞ്ഞു. ആ മസാറുകൾ കണ്ടിട്ട്, മസാറുകൾ സന്ദർശിച്ചിട്ട് മഹത്തുക്കളുടെയും മഹാരഥന്മാരുടെയും സുബ്ഹാനല്ലാഹ് ആ വലിയ പൊരുത്തം കരസ്ഥമാക്കിപ്പോ പിന്നെ മഹാനവറുകൾ എന്താണ് ചെയ്യുന്നത്? പിന്നീട് നാടാകെ സുജൂദ് ചെയ്യലായി. അതിനായി പലയിടം രാപ്പകൽ സഞ്ചാരമായി. മണിക്കൂറുകൾ സുജൂദിലാണ് ശൈഖുന, സുജൂദിലായി കിടന്നതും വൻ കാട്ടിലാ. തോട്ടിലും റോട്ടിലും നാട്ടിലും കാട്ടിലും മഹാനവറുകൾ സുജൂദ് ചെയ്യാൻ തുടങ്ങുന്നു. ഉമ്മ ആയിഷ ഹജ്ജുമ്മ ചോദിക്കുന്നു, മോനെ, പവിത്രമായ പരിശുദ്ധമായ അതേ മനോഹരമായ നെറ്റിത്തടം ആ കാട്ടിലും തോട്ടിലും റോട്ടിലും കരിങ്കൽ ചേളുകളിലും വെച്ചിട്ട് സുജൂദ് ചെയ്യുമ്പോ, അതേ മൂർത്ത കല്ലുകൾക്ക് മുകളിൽ സുജൂദ് ചെയ്യുമ്പോ നെറ്റിക്ക് മുറിവ് പറ്റുകയില്ലേ? അതേ വിഷമമല്ലേ? ആ സമയത്ത് ഉമ്മാനോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? ഉമ്മ, ഹാഹുനാ സജദത്തിൽ മലായികത്തുൽ മുഖറബൂന വൽ ഔലിയാഉൽ മുഖറമൂന വഫീഹാ നൂറാനിയത്തു റബ്ബിൽ ആലമീൻ. ശരിക്ക് പഠിക്കണം. സിയം വരെയുള്ളാരെ എന്താ അവിടെ പറഞ്ഞത്? ഈ ഞാൻ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ മലക്കുകൾ സുജൂദ് ചെയ്ത മുഖറബീങ്ങളായ മലക്കുകൾ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിയിട്ട് അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ സുജൂദ് ചെയ്തിട്ടുണ്ട്. വല്ല ഔലിയാവോ, കഴിഞ്ഞുപോയ മഹത്തുക്കൾ മഹാന്മാരായ അക്ബതാബീങ്ങളും അഖ്വാസിങ്ങളും അതാ സുബ്ഹാനല്ലാഹ് അബ്ദാലിങ്ങളും സുജൂദ് ചെയ്തിട്ടുണ്ട്. അവിടെ നൂറാനിയത്തു റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന്റെ നൂറ് ഇറങ്ങുന്ന സ്ഥലമാണ്. അല്ലാഹുവിന്റെ നൂറ് ഇറങ്ങിയ സ്ഥലമാണ്. പിന്നീട് ചരിത്രത്തിൽ കാണാം, ഖുത്ബുൽ ആലം സുജൂദ് ചെയ്ത സ്ഥലത്തൊക്കെ സുന്നി സ്ഥാപനങ്ങള് എല്ലാ സ്ഥലത്തും സുന്നത്ത് ജമാഅത്തിന്റെ അഭിമാന സ്തംഭമായ മർകസുസ് സഖാഫത്ത് സുന്നിയ, നമുക്കറിയാം
ആ മർക്കസു സഖാഫത്ത് സുന്നിയയുടെ വളർച്ചയും അതിന്റെ ശില്പിയാകുന്ന ഖമറുൽ ഉലമക്കാന്റെ ഉസ്താദിന്റെ വളർച്ചയും ഉയർച്ചയും സുബ്ഹാനല്ലാഹ് എന്റെയും നിങ്ങളുടെയും പവറല്ല, മറിച്ച് ആരുടെ പവറാണെന്നറിയുമോ? മഹാനായ ഖമറുൽ ഉലമക്കാന്റെ ഉസ്താദ് പറഞ്ഞില്ലേ, എന്റെ ആത്മീയ ശൈഖ്, എന്റെ എല്ലാമായ ശൈഖ്, എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ശൈഖ് ഖുത്ബുൽ ആലമാണ്. ആ ഖുത്ബുൽ ആലം മർക്കസിന്റെ മണിമുറ്റത്ത് ചെന്നിട്ട് ആ സ്ഥാപനങ്ങൾ, ആ സ്ഥലങ്ങൾ ഓരോന്നോരോന്നായി ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു, ഇവിടെ ഇവിടെ സ്ഥാപനങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോ ഖുത്ബുൽ ആലമിനോട് ചോദിച്ചു, ആ സ്ഥലം നമുക്ക് കിട്ടുകയില്ലേ? ഇല്ല, ആ സ്ഥലം നമുക്ക് വേണ്ട വേണ്ട വേണ്ട, ഇന്ന് വരെ ആ സ്ഥലം കിട്ടിയിട്ടില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെയും മർക്കസിന്റെ കയ്യിലാണ്. സുബ്ഹാനല്ലാഹ്, അവിടെയൊക്കെ മർക്കസിന്റെ സ്ഥാപനങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളാണ്. ഖുത്ബുൽ ആലം സുജൂദ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ, അവിടുത്തെ പാദസ്പർശനമേറ്റ് പുളകിതമായ മണൽത്തരികളിലൊക്കെ അതേ ആയിരക്കണക്കിന് സ്ഥാപനങ്ങള്, ആ സ്ഥാപനങ്ങളിലൊക്കെ നൂറുകണക്കിന് മുതഅല്ലിമീങ്ങൾ പഠിപ്പിക്കുന്നു. അതേ ദീനീ സ്ഥാപനങ്ങൾ നടന്നു വരുന്നു. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ.